സച്ചി, അർച്ചന എന്നല്ല ഏതൊരു പെണ്ണിനും പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യമാണത്. തന്നെ അത്രയും സ്നേഹിച്ചിരുന്ന ഒരാളുടെ അപ്രതീക്ഷിതമായ മാറ്റം അവരിൽ സംശയമുണ്ടാക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അർച്ചനയുടെ ഇപ്പോഴുള്ള ചെറിയ സംശയത്തെ ബലപ്പെടുത്തിയാൽ അത് ചെന്ന് നിൽക്കുന്നത് എവിടെയാണെന്ന് ഞാൻ പറയണ്ടല്ലോ. അർച്ചന തന്നെ സച്ചിയോടത് പറഞ്ഞു കഴിഞ്ഞു. അതാണ് ഡോക്ടർ എനിക്കിപ്പോൾ ഉള്ള പേടി. എനിക്കൊരു കുഞ്ഞിനെ തരാൻ അർച്ചനയ്ക്ക് കഴിഞ്ഞില്ല എങ്കിൽ അവൾ എന്നെ വിട്ടു പോകും. അല്ലെങ്കിൽ മരിച്ചു കളയെന്നൊക്കെ പറയുന്നിടത്താ ഞാൻ തളർന്നു പോകുന്നത്. ഒരിക്കലും ഒരു കുഞ്ഞിന് സാധ്യതയില്ലെന്ന് ഡോക്ടർ ഉറപ്പിക്കുമ്പോൾ എത്ര നാളാ ഞാനത് അർച്ചനയെന്ന് മൂടി വെക്കുന്നത്? മരണം വരെയോ? ഡോക്ടറിനറിയോ, കുറേ സമയം അവളുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഞാൻ ഇന്നലെ മുതൽ അവൾക്ക് മുഖം കൊടുക്കുന്നില്ല. ഞാൻ എൻ്റെ മുഖത്ത് ഒളിപ്പിക്കുന്നത് അർച്ചന കണ്ടുപിടിക്കോ എന്ന് ഭയന്നിട്ടാണ് ഞാൻ. ഇന്നല്ലെങ്കിൽ നാളെ അവളിത് അറിയും, എനിക്ക് ഉറപ്പാ. അർച്ചന മാത്രമല്ല, എല്ലാവരും. അന്ന് എന്തിനായിരുന്നു ഇത് മറച്ചു വെച്ചെന്ന് അവൾ എന്നോട് ചോദിച്ച ഞാൻ എന്ത് ഉത്തരം പറയും? മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അങ്ങനെയല്ല സച്ചി വേണ്ടത്. ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ വേണമെന്ന് തീരുമാനിച്ചുറപ്പിച്ച് തന്നെ ജീവിക്കണം. എനിക്കറിയാം എത്രമാത്രം ഉരുകിയാണ് സച്ചി എന്റെ മുൻപിൽ ഇപ്പം നിൽക്കുന്നതെന്ന്. എന്തൊക്കെ വന്നാലും സത്യത്തെ നമ്മൾ അംഗീകരിച്ചല്ലേ പറ്റൂ. സച്ചി പറഞ്ഞ പോലെ എന്നാലും നമ്മളൊരു ദിവസം സത്യങ്ങളെല്ലാം അർച്ചനയെ അറിയിച്ചേ മതിയാവൂ. സാവധാനത്തിലൂടെയാണെങ്കിൽ അർച്ചനയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ഇപ്പോഴുള്ള ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായി എന്ന് വന്നേക്കും. പെട്ടെന്ന് ഈ കാര്യം അർച്ചന അറിയുമ്പോൾ ആ ഞെട്ടലിൽ അർച്ചന എന്ത് ചെയ്യുമെന്ന് നമുക്ക് പറയാനാവില്ല. അത് അർച്ചന എന്നല്ല, അമ്മയാകണമെന്ന് അത്രമാത്രം ആഗ്രഹിക്കുന്ന ഏതൊരു പെണ്ണും അങ്ങനെ തന്നെയാ. ഇതുപോലുള്ള ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട് സച്ചി. ഒരു കുഞ്ഞിനു വേണ്ടി വർഷങ്ങളായി കാത്തിരിക്കുന്നവര്, എല്ലാ പ്രതീക്ഷകളും ഒറ്റയടിക്ക് അസ്തമിച്ചു പോയവരും. അവരെല്ലാം ചേരുന്നതാണ് നമ്മുടെ ഈ സമൂഹം. ഒരു അത്ഭുതത്തിനും സച്ചിയുടെയും അർച്ചനയുടെയും ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനാവില്ല എന്ന് സച്ചിയെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാനാ ആദ്യം ശ്രമിക്കേണ്ടത്. അർച്ചന എന്ന പെൺകുട്ടിയെ എന്നേക്കാൾ നന്നായി സച്ചിക്കറിയാം. സച്ചിയെയും ആ കുടുംബത്തെയും അവൾ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അച്ഛൻ്റെ ഈ സച്ചിയുടെ ആഗ്രഹം അവളിലൂടെ നിറവേറില്ല എന്ന് അവൾ അറിഞ്ഞാൽ അവൾ പറഞ്ഞത് തന്നെ ചെയ്തു എന്ന് വരും. ആത്മഹത്യയെക്കുറിച്ചാവും അവൾ ആദ്യം ചിന്തിക്കുന്നത്. കുഞ്ഞെന്ന ആഗ്രഹത്തിന് വേണ്ടി അർച്ചനയെ സച്ചിക്ക് നഷ്ടപ്പെടുത്താനാവോ? അമ്മയാവാത്തൊരു പെൺകുട്ടിയെ സമൂഹം മറ്റൊരു കണ്ണിൽ കാണുന്നതൊക്കെ പണ്ടായിരുന്നു. ഇപ്പൊ മനഃപൂർവ്വമായി കുഞ്ഞ് വേണ്ട എന്നും ഒരുമിച്ച് തീരുമാനിക്കുന്ന ആളുകളുടെ ഇടയിലാണ് സച്ചിയും അർച്ചനയും ഞാനും അടക്കമുള്ളവർ ജീവിക്കുന്നത്.
അർച്ചനെ നഷ്ടപ്പെടുത്താൻ സച്ചിക്ക് താല്പര്യമില്ലാത്തിടത്തോളം കാലം അർച്ചന അമ്മയാവില്ലെന്നും അതിനവൾക്ക് ഒരിക്കലും സാധിക്കില്ല എന്നുള്ള കാര്യം അവളിൽ നിന്ന് മറച്ചു വെക്കേണ്ട ബാധ്യതയും സച്ചിക്കുണ്ട്. ഇത്രയും നാളും ഇതൊന്നും അറിയാതെ പരസ്പരം സ്നേഹിച്ചും സന്തോഷിച്ചും ജീവിച്ചു. അർച്ചന ഒന്നും അറിയാതെ അങ്ങനെ തന്നെ ജീവിക്കുന്നു. മാറേണ്ടത് സച്ചിയാണെന്നാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലുള്ള കാര്യം മുഖത്ത് പ്രതിഫലിപ്പിക്കരുത് ഒരിക്കലും. അങ്ങനെ വന്ന ഒരു കുഞ്ഞ് എന്ന പോലെ തന്നെ ഭാര്യയും സച്ചിക്ക് ഒരു തോര കണ്ണീരായി മാറും. ഒരു ഡോക്ടർ ഒരിക്കലും ഒരു പേഷ്യന്റിൽ നിന്നും മറച്ചു വെച്ചുകൂടാത്ത കാര്യമാണിത്. എന്നിട്ട് ഞാനിത് പറയുന്നത് അർച്ചന എന്റെ അനിയത്തെ പോലെ ആയതുകൊണ്ടാണ്. അവളെ വിഷമിക്കുന്നതും തകർന്നു നിൽക്കുന്നതും എനിക്ക് കാണാൻ കഴിയാത്തതുകൊണ്ട്. ഇനി തീരുമാനം സച്ചിയുടേതാ. സച്ചി തീരുമാനിക്കണം. ഇപ്പൊ സച്ചി അനുഭവിക്കുന്നതൊക്കെ അർച്ചനയെ കൂടി അനുഭവിപ്പിക്കേണ്ടതാണോ എന്നും സച്ചിക്ക് അർച്ചനയെ നഷ്ടപ്പെടുത്തണോ എന്നും. ഡോക്ടർ പറഞ്ഞ എല്ലാം ശരിയാണ്. ഇപ്പോഴുള്ള ഈ സങ്കടം എനിക്ക് മാത്രം മതി. അത് അർച്ചനയ്ക്ക് കൂടി കൊടുക്കണ്ട. ഒന്നും നമുക്ക് അർച്ചനെ അറിയിക്കണ്ട ഡോക്ടർ. എന്നിൽ നിന്നും ഒന്നും അർച്ചന ഒരിക്കലും അതറിയില്ല. എൻ്റെ മുഖത്തുനിന്ന് ചിരിമാഞ്ഞ് അർച്ചന ഒന്ന് കാണുകയില്ല. ഉറപ്പാ. അതാണ് സച്ചി വേണ്ടത്. സച്ചി ഇങ്ങനൊരു തീരുമാനമേ എടുക്കുകയുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു. അർച്ചനയെ പഴയ പോലെ സ്നേഹിക്കണം, ചേർത്ത് നിർത്തണം. അങ്ങനെ പരസ്പരം സ്നേഹിച്ചും സ്നേഹിക്കപ്പെട്ടും മുന്നോട്ട് പോകുമ്പോൾ ഒരു പരിധിവരെ ഇതൊക്കെ മറക്കാൻ പറ്റും. തീർച്ച. അല്ല, താനും തന്നെ ഇങ്ങനെ നോക്കുന്നേ? സച്ചേണ്ണി ഇപ്പം നിന്ന് കാണിച്ച ആ ഭാവം എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാ നോക്കിയത്. ശരിക്കും ശ്രമിച്ചതാണോ? താൻ എന്നെ വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്റെ മൂഡ് കളയല്ലേ? അതിന് പോവാൻ മാത്രമുള്ള മൂഡ് സച്ചേണ്ണി ഇപ്പോഴും ബാക്കിയുണ്ടോ? ദേ, വീണ്ടും പരിഹസിക്കാൻ തന്നെ കഴിഞ്ഞിട്ട് വേറെ ആളുള്ളൂ. പരിഹസിച്ചതല്ല, ഇന്നലെ മുതലേ ഞാൻ കാണുന്നതാ സച്ചേട്ടന്റെ ഓരോരോ പുതിയ മുഖങ്ങൾ. അതെന്താന്ന് ചോദിച്ച ഒട്ടും പറയുന്നുമില്ല. എടോ, അത് വേറൊന്നുമല്ല. ഒരു ബിസിനസ് കയ്യിൽ നിന്ന് പോയി. കിട്ടുമെന്ന് കരുതിയതായിരുന്നു. പെട്ടെന്ന് കയ്യിൽ നിന്ന് പോയപ്പോൾ ആകെ ടെൻഷനായിപ്പോയി. ബിസിനസ് പോയതിലും ടെൻഷൻ അച്ഛനോട് ഞാനിതങ്ങനെ പറയുമെന്നുള്ളതിലായിരുന്നു. ടെൻഷൻ സഹിക്കാതെ വന്നപ്പോൾ എന്തും വരട്ടെന്ന് കരുതി അച്ഛനോട് ഞാൻ തന്നെ പറഞ്ഞു. എന്നിട്ട് നന്ദേട്ടൻ വന്ന സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. സാരമില്ലെന്നും അത് നമുക്ക് അർഹതപ്പെട്ടതല്ലാത്തതുകൊണ്ട് കിട്ടാത്തതെന്നും അച്ഛൻ പറഞ്ഞു. സത്യം പറഞ്ഞ ഇപ്പോഴും ഒരു സമാധാനമായത്. ഇതുപോലുള്ള കാര്യങ്ങളൊന്നും അച്ഛനിൽ നിന്ന് മറച്ചു വെക്കല്ലേ സച്ചേട്ടാ. നമ്മൾ അതൊക്കെ മറച്ചു വെച്ചതുകൊണ്ടാ അവസാനം ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഈ വീട്ടിൽ നടന്നത്. എനിക്കും ഇപ്പോഴാണ് സമാധാനമായത്. സച്ചേട്ടൻ എന്താ പറ്റിയെന്നറിയാതെ ഞാനും വല്ലാതെ അങ്ങ് വിഷമിച്ചു പോയി. ഇതാ കാര്യവും എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇന്നലെ തന്നെ ഞാൻ സച്ചേട്ടനെ കൊണ്ട് അച്ഛനോട് ഇത് പറയിപ്പിച്ചേനെ. സച്ചേട്ടന്റെ മുഖം മാറിയാ എനിക്ക് മനസ്സിലാവും
അങ്ങനെയുള്ള എന്നെ ഇതുപോലെ ടെൻഷനാക്കല്ലേ സച്ചേട്ടാ. അത് സച്ചേട്ടൻ കരുതുന്നതിനേക്കാളും വലിയ വിഷമം എന്നിൽ ഉണ്ടാക്കും. ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ ഞാൻ നോക്കിക്കോളാം. താൻ സന്തോഷമായിട്ടിരിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. സോറി അർച്ചന, എക്സ്ട്രീംലി സോറി. പോയ കാര്യങ്ങളൊക്കെ പോട്ടെ, ഇനി നമുക്ക് സന്തോഷം മാത്രം മതി. നമുക്കിടയിൽ ഒരു വിഷമവും വേണ്ട. സന്ധ്യ ഡോക്ടർ പ്രത്യേകം എന്നോട് പറഞ്ഞതാ, മനസ്സ് വിഷമിക്കരുതെന്ന്, എപ്പോഴും സന്തോഷമായിട്ടിരിക്കണമെന്ന്. എങ്കിലേ ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിക്കാൻ പറ്റുമെന്ന്. നമുക്കൊന്നല്ലല്ലോ, രണ്ടുപേരല്ലേ. സേതുമാധവൻ അച്ഛനാ, അകത്തുണ്ട്, ഞാൻ വിളിക്കാം. സാറ് അകത്തേക്ക് വരണം. നമസ്കാരം സർ. നമസ്കാരം. എൻ്റെ പേര് കൃഷ്ണ, സൂപ്രണ്ടന്റ് ഓഫ് പോലീസ്. ഞാനാ നിങ്ങളുടെ കേസ് ഇപ്പം അന്വേഷിക്കുന്നത്. വരൂ സർ, ഇരിക്കാം. ഇരിക്കാം സർ. അതിനു മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണമായിരുന്നു. എല്ലാവരെയും ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ. ആനന്ദ്, വിളിക്കാലോ. മോളെ സ്നേഹ. സാറ് പറഞ്ഞത് പ്രകാരം അന്ന് ഈ വീട്ടിൽ നിന്ന് ആരും പുറത്തേക്ക് പോയതുമില്ല, നിങ്ങളുടെ ബന്ധുക്കളല്ലാതെ ആരും ഇവിടേക്ക് വന്നതുമില്ല. അതെ സർ. അന്ന് 6 മണി മുതൽ CCTV ഓഫായിരുന്നു. CCTV എങ്ങനെ ഓഫായെന്ന് അറിയില്ല സർ. സാധാരണ ഇതുപോലുള്ള ഫംഗ്ഷൻ നടക്കുമ്പോൾ CCTV ഓഫ് ചെയ്യാറുണ്ടോ നിങ്ങൾ? ഇല്ല, ചില സമയങ്ങളിൽ താനും ഓഫാവാറുണ്ട്, അതുപോലെ തന്നെ ശരിയാകാറുമുണ്ട്. ഓപ്പറേറ്റർ വന്ന് നോക്കിയിട്ട് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. ചിലപ്പോ സാധാരണ പോലെ ഓഫായതാവും. അതല്ലെങ്കിൽ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ആരെങ്കിലും ഓഫ് ചെയ്തതും ആവാം. ഈ കൂട്ടത്തിൽ ആരാ അർച്ചന? ഞാനാ സർ. അർച്ചനയാണ് കേക്ക് ഓർഡർ ചെയ്തതും കൈപ്പറ്റിയതും അല്ലേ? അതെ സർ. പക്ഷേ ഞാൻ ഓർഡർ ചെയ്ത കേക്കല്ല അവർ കൊണ്ടുവന്നത്. ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ കേക്ക് മാറിയിട്ടില്ലെന്നും ഞാൻ പറഞ്ഞത് തന്നെയാ കൊടുത്തുവിട്ടെന്നും പറഞ്ഞു. ബേക്കറി ഉടമ ഞങ്ങൾക്ക് തന്ന മൊഴിയിൽ അർച്ചന ഓർഡർ ചെയ്തത് മാംഗോ ഫ്ലേവർ കേക്ക്. കൊണ്ടുവന്ന ഡെലിവറി ബോയും പറഞ്ഞത് അത് ബേക്കറിയിൽ നിന്ന് അർച്ചനയുടെ കയ്യിൽ എത്തുന്നത് വരെ അത് മാംഗോ ഫ്ലേവർ കേക്ക് ആയിരുന്നു എന്ന്. അത് ഈ വീട്ടിലെത്തി മുറിച്ച് കഴിച്ചപ്പോ വാനിലയായിട്ട് മാറിയോ? അതാ സർ എൻ്റെ സംശയം. അതിനിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അത് ഉറപ്പാ. അർച്ചനയ്ക്ക് അങ്ങനെ ഒരു സംശയം വന്നത്
ഈ വീട്ടിൽ ആരെയോ അർച്ചനയ്ക്ക് സംശയമുള്ളതുകൊണ്ടല്ലേ? അങ്ങനെ അർച്ചന ആരെങ്കിലും സംശയിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞു. ആ, ഈ വീട്ടിൽ ആരെയും അങ്ങനെ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല സർ. കാരണം എല്ലാവരും കേക്ക് കഴിച്ചിരുന്നു. തെറ്റ്. എല്ലാവരും കഴിച്ചിട്ടില്ല സർ. അർച്ചനയും ഗർഭിണിയായ സഹോദരിയും കഴിച്ചിട്ടില്ല. എന്താ അർച്ചനെ, ശരിയല്ലേ? അതെ സർ. അതെന്തായിരുന്നു കഴിക്കാതിരുന്നത്? അത് കേക്ക് മാറിപ്പോയെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ആകെ ടെൻഷനായി. ബേക്കറിയിൽ വിളിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ പിന്നെ അടുക്കളയിൽ തിരക്കായിപ്പോയി. കേക്ക് മാറിപ്പോയപ്പോ ടെൻഷനായി എന്ന് അർച്ചന ഇപ്പൊ പറഞ്ഞു. അതെന്തിനാ ടെൻഷനായത്? മാംഗോ കേക്ക് ഓർഡർ ചെയ്തു, വാനില കേക്ക് കഴിച്ചു. അതിൽ ടെൻഷനാവാൻ എന്തിരിക്കുന്നു? അതെന്തെങ്കിലും കാരണം കൊണ്ട് ടെൻഷനായതാവാം. അത് പോട്ടെ, അത് പിന്നീട് സംസാരിക്കാം. ഈ നന്ദൻ എന്ന് പറയുന്നത് ഞാനാ സർ. ഞാനാ സർ നന്ദൻ. നന്ദന്റെ ബർത്ത്ഡേ ആഘോഷത്തിന്റെ ഇടയിലാ ഇത് മുഴുവൻ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ അന്വേഷിച്ചറിഞ്ഞിടത്തോളം നന്ദൻ കുറെ കാലം നാട്ടിലില്ലായിരുന്നു അല്ലേ? അതെ അതെ സർ. നന്ദന്റെ മിസ്സിംഗ് കേസ് പെറ്റീഷൻ ഞാൻ ഇവിടുത്തെ ലോക്കൽ സ്റ്റേഷനിൽ നിന്ന് വായിച്ചിരുന്നു. നന്ദൻ ആ കാലയളവിലുണ്ടായിരുന്ന സ്ഥലത്ത് ശത്രുക്കൾ വല്ലതും ഉണ്ടായിരുന്നോ? ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ഈ വീട്ടിലെ എല്ലാവരെയും കൊല്ലാൻ മാത്രം പകയുള്ള ശത്രുക്കൾ ആരെങ്കിലും? ഇല്ല സർ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിലോ ആരെങ്കിലും സംശയമുണ്ടെങ്കിലോ തുറന്നു പറഞ്ഞാൽ ഞങ്ങളുടെ ജോലി കുറച്ച് എളുപ്പമാവുമായിരുന്നു. സർ, ഞങ്ങളെല്ലാവരും പരസ്പരം സ്നേഹത്തിലും വിശ്വാസത്തിലുമാണ് ഇവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരസ്പരം ദേഷ്യമോ പകയോ ഒന്നും ഞങ്ങൾക്കാർക്കും ഇല്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ സാർ. ഇപ്പോഴത്തെ കാലമല്ലേ, മനുഷ്യർക്ക് എപ്പോ എന്തു തോന്നുമെന്ന് അറിയില്ലല്ലോ. പ്രസവിച്ച സ്വന്തം കുഞ്ഞിനെ കൊല്ലുന്ന അമ്മമാരുടെ നാടായത്. അതുകൊണ്ട് ആരെയും പെട്ടെന്നങ്ങ് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ ഇക്കാലത്ത്. അച്ഛൻ പറഞ്ഞത് ശരിയാണ് സാർ. ഞങ്ങള് ഈ വീട്ടിലുള്ളവരെല്ലാവരും സ്നേഹത്തിലും സമാധാനത്തിലുമാണ് ജീവിക്കുന്നത്. പക്ഷേ ഓരോരുത്തർ വന്ന് കയറി കഴിഞ്ഞപ്പോഴാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ബന്ധുക്കളായതുകൊണ്ട് സംശയിക്കാനും ആവില്ല. ആ വിശ്വാസവും സ്നേഹവും അവര് മുതലെടുക്കുന്നുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട് സർ. ഈ വീട്ടിൽ അംഗമല്ലാത്ത ആരെങ്കിലും ഇപ്പൊ ഇവിടെ ഉണ്ടോ? നിങ്ങൾ ആരാണ്? എൻ്റെ ഭാര്യയുടെ ഏട്ടത്തിയാണ്. സർ, ഞാൻ പ്രഗ്നന്റ് ആയതുകൊണ്ട് എന്നെ നോക്കാൻ ഇവിടെ വന്ന് നിൽക്കുന്നതാ. നിങ്ങളുടെ പേരെന്താ? മീര. അപ്പോ നിങ്ങളുടെ പേരോ? അവന്തിക. അവന്തിക ഇപ്പൊ പറഞ്ഞ പ്രകാരമാണെങ്കിൽ അവന്തികയ്ക്ക് മീരയെ നല്ല സംശയമുണ്ട്. അങ്ങനെ സംശയിക്കത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും മീര ചെയ്തിട്ടുണ്ടോ? ഇല്ല സർ, ഞാൻ കേക്ക് കഴിച്ച് ഇവരോടൊപ്പം ഹോസ്പിറ്റലിലായിരുന്നു.